ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോളൂ ട്ടോ. ഒരു റുട്ടീനും ഇല്ലാതെ ഒരു ലക്ഷ്യവും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഓടി ഓടി മനസ്സും ശരീരവും തളർന്നപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എനിക്ക് ഒരു മാറ്റം ആവശ്യമാണ്. അങ്ങനെ നല്ലൊരു മാറ്റത്തിനായിട്ട് ചെറിയ ചെറിയ ശീലങ്ങൾ തുടങ്ങാനായിട്ട് ഞാൻ ഇന്നലെ മുതൽ ആരംഭിച്ചു ട്ടോ. അപ്പോ ഇന്നലെ യോഗ ദിനത്തില് ആണ് ഞാൻ എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും വേണ്ടിയിട്ട് ചെറിയ ചെറിയ ചില ശീലങ്ങൾ തുടങ്ങാനായിട്ട് ആരംഭിച്ചത്. അപ്പൊ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ ട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് യോഗയിലെ ചില ചെറിയ ചെറിയ പോസസുകൾ പ്രാക്ടീസ് ചെയ്യാന്നാണ്. അപ്പം എക്സസൈസ് ചെയ്യാൻ മടിയുള്ള ഒരു കൂട്ടത്തിലാണ് ട്ടോ ഞാൻ. അപ്പൊ എക്സസൈസ് ചെയ്യാൻ തുടങ്ങാൻ കാരണമുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കാല് നിലത്ത് കുത്താൻ പറ്റില്ല. എൻ്റെ ഉപ്പൂറ്റി എനിക്ക് നിലത്ത് കുത്താൻ പറ്റാത്ത അത്രയ്ക്കും വേദനയായിരുന്നു ട്ടോ. അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ കണ്ട വീഡിയോസ് ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഫിസിയോതെറാപ്പി ചെയ്യാനാണ്. അങ്ങനെ 5 ദിവസം ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി എടുത്തിട്ടുണ്ടായിരുന്നു ട്ടോ. ഒരു ദിവസത്തെ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അങ്ങനെ 5 ദിവസം നമ്മൾ പോയി. അപ്പൊ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സസൈസ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഡോക്ടറെ കണ്ട് ഫിസിയോതെറാപ്പി ചെയ്തിരുന്ന സമയത്തൊക്കെ എനിക്ക് ഇത്തിരി വേദന കുറവുണ്ടായിരുന്നു ട്ടോ. പിന്നെയും ഞാൻ വേദന കുറഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എക്സസൈസ് ചെയ്യാണ്ടായി. അങ്ങനെ വീണ്ടും എൻ്റെ വേദന കൂടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രായം നമുക്ക് കൂടി കൂടി വരികയാണല്ലോ. നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു 30+ ആയിട്ടുള്ളൊരു യുവതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ മനസ്സിന് വരുന്ന മാറ്റങ്ങളും ഒക്കെ നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ചെറുപ്പമാകാൻ വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില എക്സസൈസുകളും യോഗയും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് ട്ടോ. എന്തായാലും 80സിലെയും 20സിലെയും പോലെയൊക്കെ ഒരു ആരോഗ്യവും ചുറുചുറുക്കും എനർജിയും ഒക്കെ നമുക്ക് ഒരു 30സിലാവുമ്പോൾ ഉണ്ടാവില്ല അല്ലെ. ഇതിലൊക്കെ ഒരു കുറവ് നമുക്ക് ഉണ്ടാവും. അപ്പൊ ഈ കുറവ് നികത്താനായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഞാനിത് എന്നോട് തന്നെ പറയാണ് ട്ടോ. നമുക്ക് നല്ലൊരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു മനസ്സുണ്ടാവുന്നത്. നല്ലൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് ട്ടോ ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എക്സസൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പൊ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ നമുക്ക് ഈ ഒരു ദിവസം നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ കുറച്ചു നേരം ഒന്ന് പഠിച്ചേക്കാമെന്ന്. ഞാനൊരു BEd കഴിഞ്ഞ ഒരു വ്യക്തിയാണ് കേട്ടോ. ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ടീച്ചിങ് ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന കേട്ടറ്റ് എക്സാം ഞാൻ പാസ്സായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ CBSE സ്കൂളുകളിൽ വർക്ക് ചെയ്യണമെങ്കിലും കേട്ടറ്റ് എക്സാം നിർബന്ധമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് നമ്മുടെ ഒരു ആവശ്യമായതുകൊണ്ട് ഈ ഒരു എക്സാം എഴുതി പാസ്സാവാനായിട്ട് ഞാൻ ചെറിയ ചെറിയ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ ഈ പഠനമൊക്കെ. അപ്പോൾ ഈ ഒരു എക്സാം എല്ലാ 6 മാസം കൂടുമ്പോഴും വരും ട്ടോ. അപ്പം ഞാൻ ചില സമയത്ത് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാറുണ്ട്, വിദേശത്തേക്ക് പോകാറുണ്ട്. പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വരും. അപ്പം എനിക്ക് ഈ എക്സാം പഠിച്ചെഴുതാനായിട്ടുള്ളൊരു സമയം മനസ്സും ഉണ്ടായിരുന്നില്ല ട്ടോ. അതിൻ്റെ മാത്രം തെറ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു പുതിയ മാറ്റമാവട്ടെ. ഇപ്പൊ തൊട്ട് നമുക്കൊന്ന് പഠിച്ചു തുടങ്ങാം. പഠനം ഒന്നിനും ഒരു എന്താ പറയാ തടസ്സമല്ലല്ലോ. ഏത് പ്രായത്തിലും നമുക്ക് പഠിക്കാലോ. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യണമെന്നറിയോ സുഹൃത്തുക്കളെ? ഇപ്പൊ നല്ല മഴക്കാലാണല്ലോ. അപ്പൊ വെയിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ തുണികളൊക്കെ ഒന്നുകൊണ്ട് പുറത്ത് ഉണക്കാനിട്ടതാണ് ട്ടോ. ഉണക്കാനിട്ട് തിരിച്ചകത്തേക്ക് കാല് വെച്ചതും വീണ്ടും മഴ പെയ്തു. അപ്പൊ ഞാൻ ആ സ്റ്റാൻഡ് വീണ്ടും ഉള്ളിലേക്ക് കൊണ്ട് ഇടുന്നൊരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. അങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഞങ്ങൾക്കൊന്ന് പുറത്തു പോകാനുണ്ട് കേട്ടോ. മോന് സ്കൂളിൽ നിന്ന് ചെറിയൊരു ട്രോഫി കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷ് സ്മൃതി ദിനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു
ട്രോഫി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വാങ്ങാനായിട്ട് ചാലക്കുടി CKMS സ്കൂളിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. മോൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു സമ്മാനം കിട്ടാൻ പോകുന്നത്. അപ്പം നമുക്കറിയാലോ, മക്കൾക്ക് ഇങ്ങനെ സമ്മാനമൊക്കെ കിട്ടുന്ന സമയത്ത് അത് കാണുമ്പോൾ അച്ഛനമ്മമാർക്കൊക്കെ വല്ലാത്തൊരു സന്തോഷാണല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ട്രോഫി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മോനെ ഈ ഒരു ട്രോഫി കിട്ടാൻ വേണ്ടി സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. കാരണം കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ ബഹ്റിനിലായിരുന്നു. അപ്പൊ ഞാൻ അവനെ ഓൺലൈൻ ആയിട്ടാണ് കേട്ടോ പഠിപ്പിച്ചിരുന്നത്. പലർക്കും ഈ ഒരു കാര്യം അറിയാത്തതുണ്ട്. നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആൾക്കാർക്ക് ഒരു പക്ഷെ അറിഞ്ഞേക്കാം. എൻ്റെ എല്ലാ വീഡിയോസിലും കഴിഞ്ഞ ഒരു വർഷക്കാലം അവനുണ്ടായിരുന്നു. അപ്പം അവനെ ഞാൻ ഓൺലൈൻ ആയിട്ടായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബഹ്റിനിൽ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നാട്ടിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അങ്ങനെ ഓൺലൈൻ ആയിട്ടാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മെയിൻ എക്സാം ഇപ്പൊ നാട്ടിൽ വന്നിട്ട് എഴുതി ട്ടോ. അപ്പം ആ ഒരു എക്സാമിൽ കിട്ടിയിട്ടുള്ള മാർക്ക് കൊണ്ടാണോ മോനെ സെലക്ട് ചെയ്തത് എന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയായാലും അവന്റെ പേര് ലിസ്റ്റിലുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ട്രോഫി മേടിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ആദ്യം തന്നെ മോനൊന്ന് കുളിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ കുളി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുട്ടും അതുപോലെ തന്നെ മുതിരക്കറിയാണ് കേട്ടോ. അപ്പം പുട്ടെന്തോ എനിക്ക് കഴിച്ചിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ വേഗം ചോറ് കഴിച്ചു കേട്ടോ. ഞങ്ങൾ രണ്ടാളും അങ്ങനെ ചോറൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് അടുക്കളപ്പണിയും കൂടിയും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചു. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് മോന് അത്യാവശ്യം നല്ല ജലദോഷവും അതുപോലെ തന്നെ ചുമയൊക്കെ ഉള്ളതുകൊണ്ട് അവന് മരുന്ന് കൊടുക്കുകയാണ് ട്ടോ. ഇത് ഹിമാലയയുടെ ഒരു കഫ് സിറപ്പാണ്. കുടിക്കാനൊക്കെ ഇത്തിരി മടിയുണ്ട് ട്ടോ. എന്നാലും പിന്നെ നിർബന്ധിച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം പോയി റെഡി ആവാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ മേക്കപ്പ് സീനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ടോപ്പ് ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, ഇത് ഞാൻ തൃശ്ശൂര് എക്സിബിഷൻ കാണാൻ പോയപ്പം അവിടെ നിന്ന് മേടിച്ചൊരു ടോപ്പാണ് കേട്ടോ. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. പാൻറ്റും അതുപോലെ തന്നെ ടോപ്പും ഇതിന് 550 രൂപയാണ്. എനിക്ക് നല്ലൊരു എന്താ പറയാ റേറ്റ് കുറവായിട്ട് തോന്നി കേട്ടോ. ആക്ച്വലി അവർ പറഞ്ഞത് 650 ഞാൻ കുറച്ചൊന്ന് വില പേശിയപ്പോഴാണ് ഈ ഒരു റേറ്റിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇടാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. പിന്നെ ഞാൻ മുഖത്ത് ആദ്യമായി അപ്ലൈ ചെയ്തത് അലോവേര ജെല്ലാണ് കേട്ടോ. എൻ്റെ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അലോവേര ജെല്ലാണ്. പിന്നെ കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് ഞാൻ പുറത്തിറങ്ങാറേ ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ചൊന്ന് ഓയിലി ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പൗഡർ ഇട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് എനിക്ക് അറിയത്തുമില്ല, എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ റെഡി ആവണേന്റെ ഇടയിൽ അനീഷേട്ടൻ കുളിച്ച് വന്നു കേട്ടോ. അങ്ങനെ ആള് റെഡിയാവാണ്. അപ്പൊ വീഡിയോയിലെങ്ങാനും എന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ശരിയാക്കി തരുന്നതാണ് കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫൈനൽ ടച്ചപ്പ് ആണ് കേട്ടോ. കുറച്ച് പൗഡറൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്നെ തന്നെ നോക്കിയിട്ട് കൊള്ളാം, നീ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോ ഒരു യാത്രയിലാണ് കേട്ടോ സുഹൃത്തുക്കളെ. നമ്മള് ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. മോന്റെ സ്കൂളിൽ നിന്നല്ല, ചാലക്കുടി CKMNSS സീനിയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ. അതിൽ നിന്ന് മോനൊരു സമ്മാനം കിട്ടുന്നുണ്ട്. അപ്പൊ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പൊ പോണ വഴിയിൽ ഇവിടെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ സ്റ്റക്കായി. അപ്പൊ ഞാൻ ഓർത്തു ഈ പോകുന്ന കാര്യം ഒന്ന് പറയാം എന്നുള്ളത്. അപ്പൊ കുഞ്ഞുണ്ണി മാഷിന്റെ എന്താ പറയാ ഓർമ്മയ്ക്കായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. ഓക്കെ, ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ സമയത്തിന് തന്നെ സ്കൂളിൽ എത്തിയിട്ടോ സുഹൃത്തുക്കളെ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ചെസ് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ അതൊക്കെ കിട്ടി. ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ ആച്ചുന്റെ UKG പഠിച്ച ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റിയിട്ടോ. ഇവര് ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ സ്കൂളിലെ കൂട്ടുകാരാണ്. മോൻ ശ്രീരാമയിലാണ് കേട്ടോ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ എനിക്ക് ടീച്ചറായിട്ട് ജോലി ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ ജോബ് ക്വിറ്റ് ചെയ്തിട്ട് ഇപ്പോ ആച്ചു പഠിക്കുന്ന സെന്റ് ജോൺസ് പബ്ലിക് സ്കൂളിലേക്ക് ഞാൻ മാറി. അപ്പോൾ ഞാൻ മോർണിംഗ് കൂടിയും മാറ്റി ചേർത്തു കേട്ടോ. പിന്നെ അതും ഞാൻ ക്വിറ്റ് ചെയ്തിട്ടാണ് ബഹ്റിനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ
മോനിപ്പോഴും ഈ സ്കൂളിൽ തന്നെയാണ് കേട്ടോ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ദാ മോന്റെ പേര് വിളിച്ചു. അവന് നല്ല പേടിയുണ്ട് ട്ടോ. കഴിഞ്ഞ ഒരു വർഷം സ്കൂളിൽ പോകാത്തതിന്റെ ഒരു പകപ്പും ആദ്യമൊക്കെ ഉണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രോഫി കിട്ടുന്നത് കേട്ടോ. അപ്പൊ ആകെ പേടിച്ചിട്ടാണ് ട്രോഫി കൊണ്ട് വരുന്നത്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഏതൊരു അച്ഛനും അമ്മയ്ക്കും വല്ലാത്തൊരു നിർവൃതിയാണല്ലേ. അങ്ങനെ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷായി ട്ടോ. പിന്നെ ഇത് മോൻ വരച്ചൊരു പിക്ചറാണ്. അപ്പോൾ ഈ ഒരു പിക്ചറും കൂടി നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി കുഞ്ഞുണ്ണി മാഷിന്റെ ചിത്രങ്ങളാണ് വരയ്ക്കേണ്ടത്. അപ്പം അതിന് പകരം ആച്ചുവിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോണിക്കിന്റെ ചിത്രമാണ് കേട്ടോ വരച്ചത്. പിന്നെ നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ ദാ ഹൈവേയിൽ റോഡിന്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര എന്താ പറയാ, കൺജസ്റ്റഡ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാനായിട്ട് ഇപ്പൊ ഈ ഒരു റൂട്ടിലൂടെ. പിന്നെ പോണ വഴിക്ക് മോന് വിശന്ന കാരണം കൊണ്ട് ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിട്ടോ. അപ്പോൾ അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള കട്ട്ലേറ്റ് കിട്ടും ട്ടോ. എനിക്ക് ഈ കട്ട്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ കൂടെയുള്ള ആ ഒരു ചട്നി, സവാള ചട്നിയും പിന്നെ സോസും ചേർത്തിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.